ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഹോം മെയ്ഡ് മൊസ്കിറ്റോ റിപ്പല്ലൻ്റ് ലിക്വിഡ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. നമ്മളെ വീടിൻ്റെ പരിസരത്തൊക്കെ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് വളരെ നാച്ചുറലായിട്ട് ഒട്ടും ഹാംഫുൾ അല്ലാതെ തന്നെ നമുക്ക് എങ്ങനെ ഒരു മൊസ്കിറ്റോ റിപ്പല്ലൻ്റ് ലിക്വിഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ മൊത്തത്തിലായിട്ട് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ 2 ടൈപ്പ് റീഫിൽ മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ മെത്തേഡിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് വേപ്പില, നമ്മളെല്ലാവരും വീട്ടിലുണ്ടാവുന്നതാണ് വേപ്പില. രണ്ടാമതെന്ന് പറയുന്നത് കർപ്പൂരം അറിയില്ല, നമ്മൾ കത്തിക്കാൻ എടുക്കുന്ന കർപ്പൂരം അത്. പിന്നെ മൂന്നാമതായിട്ട് വേണ്ടത് ഇഞ്ചിപ്പുല്ലെന്ന് പറയും. അത് സാധാരണ റോഡ് സൈഡിലൊക്കെയാണ് ഉണ്ടാകാറ്, അല്ലാതെ ചിലർ കൃഷി ചെയ്യുന്നവരും ഉണ്ടാവും. അപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ റോഡ് സൈഡിൽ ഇതാണ് ഇഞ്ചിപ്പുല്ല്. അപ്പോൾ ഈ ഇഞ്ചിപ്പുല്ലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ വിൽത്തൈലം ഉണ്ടാക്കുന്നത് ഈ ഇഞ്ചിപ്പുല്ല് ഉപയോഗിച്ചിട്ടാണ്, എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് സാധാരണ റോഡ് സൈഡിലൊക്കെയാണ് കാണാറുള്ളത്. അപ്പോൾ ഇതേപോലത്തെ പല ടൈപ്പ് പുല്ലുകളുണ്ട്. അപ്പോൾ ഇതെങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ചാൽ, ഇതിൽ ഒരു ഇല ഒന്ന് മുറിച്ചെടുത്ത് ഒന്ന് തിരിഞ്ഞ് നോക്കിയാൽ ആ പുൽത്തൈലത്തിൻ്റെ മണം വരും. അപ്പോൾ മനസ്സിലാക്കാം ഇത് ഇഞ്ചിപ്പുല്ലാണെന്നുള്ളത്. അപ്പോൾ ഇതും വേണം. അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻ്റുമാണ് നമുക്ക് ആദ്യത്തെ റീഫിൽ ഉണ്ടാക്കാൻ വേണ്ടത്. രണ്ടാമത്തെ മെത്തേഡ് എങ്ങനെയാണ് ചെയ്യാമെന്ന് ഞാൻ വീഡിയോയുടെ അവസാനം ഞാൻ പറയാം. അപ്പോൾ ഈ ഫസ്റ്റ് മെത്തേഡ് ചെയ്യാനായിട്ട് എനിക്ക് ഇഞ്ചിപ്പുല്ല് എനിക്ക് കിട്ടിയില്ല. ഞാൻ ഒരുപാട് തിരഞ്ഞായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിലില്ല. അപ്പോൾ വേറെ വീടുകളിലും വേറെ റോഡ് സൈഡിലും ഒക്കെ ഞാൻ പോയി കുറേ അന്വേഷിച്ചായിരുന്നു, അങ്ങനെയൊന്നും കിട്ടിയില്ല. അപ്പോൾ വെറുതെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് ഈ കർപ്പൂരം വേപ്പിലയും വെച്ച് മാത്രം വർക്കാവൂ എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് 1.5 ആഴ്ച മുമ്പാണ്. ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് 1.5 ആഴ്ച മുമ്പാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത്. അങ്ങനെ ഞാൻ ഈ ലിക്വിഡ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ നോക്കിയപ്പോൾ നല്ല എഫക്റ്റീവ് തന്നെയായിരുന്നു. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇഞ്ചിപ്പൂലില്ലെങ്കിൽ ഇത് വർക്കാവില്ല എന്നുള്ളത്. പക്ഷേ നന്നായിട്ട് തന്നെ വർക്കായി. നല്ല കൊതുകിൻ്റെ ശല്യം നല്ല കുറവുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇഞ്ചിപ്പൂല് കിട്ടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് ഈ ഒരു റീഫില്ല് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കത് ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് ആ കണ്ടെയ്നർ വേണം. ഗുഡ് നൈറ്റിൻ്റെ അല്ലെങ്കിൽ മാക്സോയുടെയോ ഓൾ ഔട്ടിൻ്റെ ഏതിൻ്റെങ്കിലും ഒരു ഫില്ലർ ബോട്ടിൽ ഉണ്ടല്ലോ, കണ്ടെയ്നർ, അത് ആവശ്യമുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം, സാധാ പച്ചവെള്ളം. ഇനി നമുക്ക് ഒരു പാത്രം, ഒരു ചീനച്ചട്ടി അല്ലെങ്കിൽ കുഴിയുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഈ വെള്ളം ഒഴിക്കുക. വെള്ളം നല്ല വെട്ടി തിളയ്ക്കുന്ന സമയത്ത് ഈ വേപ്പില ഇട്ട് കൊടുക്കുക. നിങ്ങളതിൽ ഇഞ്ചിപ്പുല്ലുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് ആ വെള്ളം ഒന്ന് കുറുകി വരണം. കുറുകി വരികയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു കളറ് മാറി പിന്നെ നല്ലൊരു മണവും വരും. ഇഞ്ചിപ്പുല്ലും കൂടി ചേർക്കുമ്പോഴത്തേക്ക് നല്ലൊരു മണവും കൂടെ വരും. അപ്പോൾ അത്രയും രീതിയിൽ കുറുക്കിയെടുത്ത് നന്നായിട്ട് പിന്നെ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തു. ഇപ്പോൾ കണ്ടില്ല, അതിൽ വേപ്പിലെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച വെള്ളം അതിൻ്റെ കളറൊക്കെ മാറി നല്ല ഒരു ഗ്രീനിഷ് യെല്ലോ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിപ്പുല്ലും കൂടെ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കളറുണ്ടാവും. അപ്പോൾ ഇതിനെ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനെ നമുക്ക് തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ നമുക്ക് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് വേപ്പില മാറ്റി വെക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊരു വേറൊരു കണ്ടെയ്നറിലോട്ട് മാറ്റാം. എന്നിട്ട് അടുത്തായിട്ട് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് കർപ്പൂരമാണ്. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം വേണം നമ്മളിത് ആഡ് ചെയ്യാൻ കേട്ടോ. എന്നിട്ട് നമുക്ക് കർപ്പൂരം ഒരു 2, 3, 4 കർപ്പൂരങ്ങൾ നമുക്കിങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം, അല്ലാന്നെങ്കിൽ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാനായിട്ട് നമുക്ക് പൊടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പൊടിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു 3-4 കർപ്പൂരം ഞാൻ പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമ്മളെടുത്ത വെള്ളം എത്രയാണോ ആ വെള്ളത്തിൻ്റെ പകുതിയോളം ആയിട്ട് നമുക്ക് വറ്റിച്ചെടുക്കണം. നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്താൽ അത്രയും വെള്ളം നമുക്ക് കണ്ടെയ്നറിലോട്ട് ഗുഡ് നൈറ്റിൻ്റെ അല്ലെങ്കിൽ മാക്സോയുടെ ഇതിൽ നമുക്ക് ഒഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുപോലെ നമുക്ക് നന്നായിട്ട് കുറുക്കിയെടുക്കണം. എന്നാലേ നമുക്ക് ആ ഒരു വേപ്പിലയുടെയും ഇഞ്ചിപ്പുല്ലിൻ്റെയൊക്കെ ആ ഒരു സത്ത് നമുക്ക് അതിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുക. എന്നിട്ട് തണുപ്പാറിയതിന് ശേഷം ഇതേപോലെ കർപ്പൂരം പൊടിച്ചിട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഗുഡ് നൈറ്റിൻ്റെ കണ്ടെയ്നർ എടുത്തിട്ട് അതിലുള്ള ആ റോഡ് പതുക്കെ ഒന്ന് പിടിച്ചാൽ തന്നെ അതങ്ങ് ഊരി വന്നോളും. എന്നിട്ട് നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന ഈ ലിക്വിഡ് നമുക്കതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ എംപ്റ്റി ബോട്ടിൽ എടുക്കുമ്പോൾ അത് ആദ്യം ജസ്റ്റ് ഒന്ന് കഴുകി എടുക്കണം കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൽ ചെറിയ രീതിയിൽ അത് എംപ്റ്റി ആണെങ്കിലും അതിൽ കെമിക്കൽ ലിക്വിഡ് കുറച്ച് ഉണ്ടായിരിക്കും. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം വേണം നമുക്ക് ഈ ഹോം മെയ്ഡ് ലിക്വിഡ് ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ തണുപ്പാറിയതിന് ശേഷം ഈ കർപ്പൂരം ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ബോട്ടിലിലോട്ട് നമ്മൾ ഈ ലിക്വിഡ് ഒഴിച്ചെടുക്കുക. അതിനുശേഷം ഈ റോഡ് വെച്ച് പിന്നെ കണ്ടെയ്നർ അടച്ചു വയ്ക്കുക. ഇനി നമുക്ക് ഇത് മെഷീനിൽ ഫിക്സ് ചെയ്തിട്ട് എങ്ങനെ വർക്ക് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ സാധാരണ ഗുഡ് നൈറ്റ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അറിയാവുന്നുണ്ടാവും. അറിയാത്തവരാണെങ്കിൽ ഈ ലിക്വിഡ് ഈ ബോട്ടിൽ ഇതാണ് അതിൻ്റെ മെഷീൻ. ആ മെഷീൻ്റെ അകത്ത് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് പ്ലഗിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയ ഒരു ലിക്വിഡ് ആണെങ്കിൽ കൂടിയും നമുക്ക് സാധാ ഗുഡ് നൈറ്റ് അല്ലെങ്കിൽ മാക്സോ ഓൾ ഔട്ടൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഒട്ടും ഹാംഫുൾ അല്ല, വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ സാധാ കെമിക്കൽ ലിക്വിഡ് ഓണാക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും ഉണ്ടാവാറ്. പക്ഷേ ഇതിനെന്ന് പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ സ്മെല്ലോ അങ്ങനെ ഭയങ്കര ഒരു ഫൗൾ സ്മെല്ലോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഞാനിത് ചെയ്യണം എന്ന് കുറേ നാളായിട്ട് വിചാരിച്ചിരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ എന്തായാലും ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു. എനിക്ക് ബ്രീത്തിങ് പ്രോബ്ലമൊക്കെ വന്നു തുടങ്ങിയപ്പോൾ എന്തായാലും ഇതിലോട്ടൊന്ന് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തതാണ്. അപ്പോൾ എനിക്ക് ഇഞ്ചിപ്പുല്ല് കിട്ടാണ്ടിരുന്നപ്പോൾ എനിക്ക് ജസ്റ്റ് അത് വിഷമമായിപ്പോയി. പക്ഷെ എന്നാൽ തന്നെയും അതില്ലാഞ്ഞിട്ട് തന്നെ നന്നായിട്ട് വർക്ക് ചെയ്ത് കണ്ടുകൊണ്ട് എനിക്ക് നല്ല സന്തോഷമായി. എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് തോന്നി. അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഇതേപോലെ തന്നെ കഴുകിയെടുത്ത കണ്ടെയ്നറിലോട്ട് നമ്മൾ നീം ഓയിൽ അല്ലെങ്കിൽ വേപ്പെണ്ണ എന്ന് പറയുന്നത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൽ ഇതേപോലെ തന്നെ കർപ്പൂരവും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പൊടിച്ച് വേണമെങ്കിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ തന്നെ മെഷീനിൽ ഫിക്സ് ചെയ്യുക. എന്നിട്ട് സാധാ മെഷീൻ യൂസ് ചെയ്യുന്ന പോലെ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ആ രണ്ട് ടൈപ്പ് ഹോം മെയ്ഡ് നാച്ചുറൽ മൊസ്കിറ്റോ റിപ്പലൻ്റ് ലിക്വിഡ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ പ്രീ സ്കൂളേഴ്സിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സസ് വേണം എന്നുള്ളവർ കമൻറ്റ് ബോക്സിൽ ഞാനൊരു ചാനൽ ലിങ്ക് കൊടുക്കാം. ഹായ് കിഡ്സ് എന്നാണ് ആ ചാനലിൻ്റെ പേര്. അതെൻ്റെ ചാനൽ തന്നെയാണ്. അപ്പോൾ ആ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് പ്രീ സ്കൂളേഴ്സിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സസ് ലഭിക്കുന്നതാണ്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ. താങ്ക് യു.